നമുക്ക് ബൈബിൾ തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വാക്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വചനം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്ന ഭാഗത്ത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയ്ക്കകത്തു നിന്നുള്ള 2 വാക്യശകലങ്ങളാണ് വായിച്ചു കേട്ടത്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ രഹസ്യം രാത്രി മുഴുവൻ പ്രാർത്ഥന, പകൽ മുഴുവൻ ശുശ്രൂഷ. ശിഷ്യന്മാര് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യം തപ്പിച്ചെന്നപ്പോൾ, സ്തോത്രം, ശാസനയുടെ വലിപ്പമല്ല, പോപിശാചേ എന്ന് പറയുന്നതല്ല, ശുശ്രൂഷയുടെ രഹസ്യം പ്രാർത്ഥനയാണ്. ഉടനെ ശിഷ്യന്മാർ എന്ന് കർത്താവിനോട് പറഞ്ഞു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഞാൻ തുടക്കത്തിലെ ഒരു സന്ദേശം പറയാം. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ അതിനർത്ഥം അവൻ വിജയിച്ചെന്നാണ്. സ്തോത്രം. ഇതുവരെ പ്രാർത്ഥിക്കാൻ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധി തീരുമാനമെടുക്കണം. മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ പഠിക്കും. പേഴ്സണൽ പ്രയർ ഉണ്ട്, ഫാമിലി പ്രയർ ഉണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാം പല പല തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. ചിലർക്ക് പൊതുവിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ അറിയാം. എല്ലാവരും പൊതുവിൽ പ്രാർത്ഥിക്കണമെന്നില്ല, ഉള്ളിൽ പ്രാർത്ഥിച്ചാലും മതി. പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. ഹന്നായുടെ പ്രാർത്ഥന പുരോഹിതനായ ഏലിക്ക് പോലും പിടികിട്ടിയില്ല. കണ്ടോ? പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങൾ ദൈവത്തോട് ഇഴുകിച്ചേരുന്നതാ പ്രാർത്ഥന. നിന്റെ കൂടാരത്തിനകത്ത് എത്ര ഭയാനകരമായ അന്തരീക്ഷം പിശാച് കൊണ്ടുവന്നാലും നീ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിന്റെ വീടിൻ്റെ അന്തരീക്ഷം പെട്ടെന്ന് ഫ്രീ ആവും. സ്തോത്രം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് സന്ദേശം പറയുക, പ്രാർത്ഥിച്ചാൽ നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ വെയിറ്റ് ചെയ്യുക. 2025 പ്രാർത്ഥിച്ചു നീ കയറണം. നിന്റെ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത ചില അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയിലൂടെ നീ സ്വീകരിക്കണം. സ്തോത്രം. എപ്പോഴും ഞങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ശുശ്രൂഷയിൽ പ്രാർത്ഥനയുടെ പ്രോത്സാഹനങ്ങളാണ്. ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു തെറ്റിദ്ധാരണയുണ്ട്, ആ തെറ്റിദ്ധാരണ മാറ്റിവെച്ച് പ്രസംഗം തുടങ്ങാം. എത്ര കോടി രൂപ കടമുള്ളയാളും എത്ര വലിയ മാരക രോഗമുള്ളയാളും ആർക്കും അഴിക്കാൻ വയ്യാത്ത കുരുക്കിൽ കിടക്കുന്ന വ്യക്തിയും പ്രേയറിന് വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന വിടുതൽ കൊണ്ട് പോകുമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് വിടുതൽ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് പുതുവഴികൾ തുറക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുരുക്കുകൾ അഴിയും. പക്ഷേ അതുകൊണ്ട് തൃപ്തരാകരുത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. സ്തോത്രം. 2025 മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇനി ബൈബിളിൽ ആര് പ്രാർത്ഥിക്കണം, ആര് പ്രാർത്ഥിക്കരുതെന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ട്. ചിലർ പറയാറുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. പ്രാർത്ഥനയെക്കുറിച്ച് ചില വാചകങ്ങൾ പറഞ്ഞിട്ട് ഈ ദൂതിലോട്ട് വരിക. 3 സന്ദേശം എന്ന് പറയും. സ്തോത്രം. 1, നിന്റെ നിലവിളി ദൈവം കേട്ടു.
2, നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരുന്നു. 3, ദൈവത്തിന് സ്തോത്രം, അമ്മേ, നിന്നെ വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വരും. ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ ഈ വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാൻ പോവുക. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോകുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത പറയാം. ഹല്ലേലൂയ. യേശു പഠിപ്പിക്കുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് എന്തു വരാൻ സാധ്യതയുണ്ട്? മടുപ്പ് വരാൻ. ചില കണ്ടിട്ടില്ല, ചില ആഴ്ച ഭയങ്കര ഉന്മേഷത്തോടെ വരും, 2 ആഴ്ച കഴിയുമ്പം വളരെ ഗ്ലൂമി ആയിട്ട് വരും. അതിൻ്റെ കാര്യം എന്നാ? അവർ പ്രാർത്ഥന അവരുടെ മടുത്തുപോയി. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, മടുക്കരുതെന്നുള്ളതിന് കർത്താവ്, ചിലർ കണ്ടിട്ട് ഒരാഴ്ച ഭയങ്കര ഉണർവാണ്, പിന്നെ 3 ആഴ്ച ഉണർവില്ല. അതിൻ്റെ കാരണം എന്താ? അവർ പ്രാർത്ഥനയിൽ മടുത്തു. ഈ ബൈബിളിൽ ഹല്ലേലൂയ ആമേൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ വാക്യമുണ്ട്, വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നത് പറയാം. ആര് പ്രാർത്ഥിക്കണമെന്ന ബൈബിളിൽ എഴുതുന്നത്? കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യം, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പൊ കഷ്ടം അനുഭവിക്കുന്നവൻ എന്തോ വേണം? പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കൈ കൊടുത്ത് പറ, കഷ്ടമുണ്ടോ? പ്രാർത്ഥിച്ചോളാൻ പറ. ഹല്ലേലൂയ. എത്ര വലിയ കഷ്ടമുണ്ടെങ്കിലും പ്രാർത്ഥിച്ചോണം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പം ചോദ്യം, കഷ്ടം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വരുമോ? കഷ്ടം വരുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ, സ്തോത്രം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിന് സംസാരിക്കാനുണ്ട്. നീ ഇപ്പം ഫേസ് ചെയ്യുന്ന കഷ്ടം പ്രാർത്ഥനയിൽ ഒഴിയും. ആ അധ്യായം അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ വായിച്ചു നോക്കണം. 2ാമത് നിങ്ങൾ വായിക്കുകയാണ്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദീനക്കാരൻ സൗഖ്യമാകും. അപ്പൊ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. ആമീൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തതുണ്ടെന്ന് കാണുന്നതാ വിശ്വാസം. ഇന്നിവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, വിശ്വാസത്താൽ ചിലത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും മുമ്പ് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. സാഹചര്യം നോ എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സകല സ്പിരിറ്റുകളുടെ മേലും ഇന്നത്തെ പ്രാർത്ഥനയിൽ ജയമുണ്ടാകണം. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവം ഒരു കാര്യം സംസാരിക്കുന്നു. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം, നിന്റെ സഭയുടെ അന്തരീക്ഷം പ്രാർത്ഥനയാൽ മാറണതാ. ചില കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന മൂടുവിരി പ്രാർത്ഥനയിൽ മാറും. ചില ആരാധനയുടെ, ഓ യേശുവിൻ്റെ നാമത്തിൽ, ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചില വീടുകൾക്കകത്ത് വലിയ ആത്മിക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ചില ഈ ജീവിതത്തിൽ വലിയ കഷ്ടകാലമൊക്കെ വരുമ്പോഴേ, എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടകാലം വന്നിട്ടുണ്ട്. കഷ്ടകാലം വരുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതിനെയൊക്കെ ജയിച്ച് വെളി വരും, ഇതിനെയൊക്കെ ജയിച്ച് വെളി വരും. അതെൻ്റെ വിശ്വാസമാണ്. ആമീൻ. എത്ര ബന്ധമുള്ളവരെയും എൻ്റെ വിശ്വാസ തലത്തിലോട്ട് ഞാൻ കയറ്റത്തില്ല. കാരണം ആ തലം ഞാൻ വേറെ ആരെയും എൻട്രി ചെയ്യിക്കത്തില്ല. കാരണം വിശ്വാസ തലം ശക്തമായി നിൽക്കുന്നതാ നിൻ്റെ വിജയം. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇവിടെ വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ അപ്പം എങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവൻ, അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ കഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു, ചിരിച്ചോണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചേ, ഒന്ന് ചോദിച്ചേ കഷ്ടമുണ്ടോ എന്ന് ചോദിച്ചേ. എന്നിട്ട് ഒന്നുകൂടെ മുഖത്ത് നോക്കി പറ, എന്നാ പ്രാർത്ഥിക്കണമെന്ന് പറ. അപ്പൊ ചോദ്യം, സുഖം അനുഭവിക്കുമ്പോൾ എന്തോ ചെയ്യണം? പാടിക്കോണം. പാട്ട് പാടുമ്പം എന്താ ക്ഷയമേ പാടുമ്പോൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഓർത്തോണം അവൻ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കഷ്ടം വരുമ്പോൾ എന്താ ചെയ്യണം? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? യാക്കോബ് എഴുതിയിട്ടുണ്ട്. എങ്ങനെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നീ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നിനക്ക് വിസ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ യാത്ര ഒരുങ്ങാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഗർഭസ്ഥയായ ഒരു സ്ത്രീ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. 7ാം മാസത്തിൽ അവളെ സ്കാൻ ചെയ്തപ്പോൾ അവിടെ കുഞ്ഞിന്, സ്തോത്രം, ഹാർട്ടിന് ഹോളുണ്ടെന്നും, സ്തോത്രം, 3 രോഗാവസ്ഥ സ്കാനിങ് മിഷൻ കണ്ടുപിടിച്ചു. ഒരു ഭയങ്കരമായിട്ട് അലറിക്കൂവി വിളിച്ചു. ഞാൻ TV പ്രോഗ്രാം കണ്ടിട്ട് വിളിക്കുക, പാസ്റ്ററേ
ഞാൻ പറഞ്ഞു, എന്തുവാ കാര്യം? ഞാൻ 7 മാസം ഗർഭസ്ഥയാണ്. സ്തോത്രം. ഡോക്ടർ പറഞ്ഞു, നിന്റെ കുഞ്ഞ് ജനിക്കാതിരിക്കുന്ന നല്ലേ. ഞാൻ പറഞ്ഞു, വിശ്വാസത്താൽ കാണണം, സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, പുഷ്ടിയുള്ള ഒരു കുഞ്ഞ് കയ്യിലിരിക്കുന്നത് വിശ്വാസത്താൽ കാണാം. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയാം, വിശ്വാസമുള്ള നിന്നെ തോപ്പിക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. നിന്റെ വിശ്വാസമുള്ള നിന്നെ തോപ്പിക്കാൻ ആർക്കും. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ച് പറയുക, ഇന്ന് നിന്റെ വിശ്വാസത്തിന്റെ ലെവല് മാറണം. ഹല്ലേലൂയ. ഇല്ലാത്തത് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. എത്ര പേരതിന് റെഡിയാണ്? ഇല്ലാത്തത് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? സത്യം. ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, അങ്ങനെ സൗന്ദര്യമുള്ളൊരു കുഞ്ഞ് കയ്യിലിരിക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വെച്ചാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതങ്ങ് കീറിക്കളാം. ഡോക്ടർ നീ ചോദിച്ചാലോ? കണ്ടില്ലെന്ന് പറഞ്ഞേരും. ഗ്ലോറി. ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ഒരു ഊനവുമില്ലാത്ത ആരോഗ്യമുള്ളൊരു കുഞ്ഞ്. അപ്പൊ ആ പെങ്കൊച്ച് എന്നോട് ചോദിച്ചു, സ്കാനിങ് മിഷൻ തെറ്റിയാണോ? ഞാൻ പറഞ്ഞല്ല, കൃത്യ. പിന്നെന്താ സംഭവിച്ചേ? ഇതിനിടയ്ക്ക് നിന്റെ വിശ്വാസം വർക്ക് ചെയ്തു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സ്കാനിങ് മിഷനിൽ ചില കണ്ടുപിടുത്തങ്ങൾ വന്നത് നിന്നെ തീർക്കാനല്ല, നിന്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ പ്രവചിക്കാനുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസം ചേർക്കണം, വിശ്വസിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് അസാധാരണ കാര്യങ്ങൾ നടക്കാൻ പോവുക, അത് വിശ്വസിക്ക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇവിടുന്ന് തിരിച്ച് നിന്റെ വീട്ടിലോട്ട് കയറുന്നത് വിശ്വാസം പറഞ്ഞുകൊണ്ടായിരിക്കണം. എൻ്റെ മറുപടി ഉടനെ ഉണ്ടാകും, എൻ്റെ പ്രതിസന്ധി ഉടനെ മാറിപ്പോകും, അതെൻ്റെ വിശ്വാസമാണ്. അടുത്തത് എഴുതിയേക്കുന്ന കേൾക്കണോ? ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? ശ്രദ്ധയോടെ. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇവിടെ നിന്ന് ഞാൻ തിരിയാൻ പോവാ. മറ്റൊരു വാക്കുകൂടെ ബൈബിളിലുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. എന്തുവാ? എങ്ങനെ പ്രാർത്ഥിക്കണം? ആഹാരം വെടിഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വിശ്വാസത്തോടെ പ്രാർത്ഥിയില്, ഉപവാസത്തോടെ പ്രാർത്ഥിയില്. അടുത്ത പദം തൊടാൻ പോവാ, ശ്രദ്ധയോടെ പ്രാർത്ഥിയില്. ഈ പ്രാർത്ഥനയ്ക്ക് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. എന്താണ് ഈ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാര്യം? നോക്കിയേ, ഓരോരുത്തവരുടെ മനസ്സിൽ ഓരോ തരത്തിലുള്ള പ്രയാസമുണ്ട്. അടുത്തിരിക്കുന്നവരോടും ചോദിച്ചേ, മനസ്സിൽ വല്ല പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പ്രയാസവും ഇല്ലാത്തവരുണ്ടെന്ന് കൈവയ്ക്കുക. ഒരൊറ്റര് പോലും ഇല്ല, എല്ലാവർക്കും ഉണ്ട്. ഇനിയും കാര്യം പറയാം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എൻ്റെ പ്രയാസം എല്ലാം കൂടെ ഞാൻ റോബിനോട് ചെന്ന് പറഞ്ഞാൽ റോബിന് ഒന്നും പിടികിട്ടത്തില്ല. റോബിൻ പറയും, അയ്യോ ഈ പുള്ളിയെ കാണുന്നവരല്ല, പുള്ളി എന്തോ ഒരു പ്രതിസന്ധിയില്ല. റോബിന്റെ പ്രശ്നം കൂടെ എന്നോട് പറഞ്ഞാൽ എനിക്കൊന്നും പിടികിട്ടത്തില്ല. പക്ഷേ രഹസ്യമായി ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ പറയാൻ തുടങ്ങിയാൽ, ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, നീ പറയുന്നത് കേൾക്കാൻ ദൈവം കാത്തിരിക്കുക. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ വേറെ ആരും വേണ്ട, നീയും ദൈവവും മാത്രം മതി. അവിടുത്തെ പ്രാർത്ഥനയുടെ ഒരു കാര്യമാണ് രാപ്പകൽ നിലവിളിക്കുന്ന. ഞാനൊരു ചോദ്യം ചോദിക്കുക, ആരുടെയും ജീവിതത്തിൽ പേഴ്സണൽ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് മുറിക്കകത്ത് കയറി നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കിക്ക്. എല്ലാവരും അങ്ങനെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഭാര്യയില്ലാത്ത സമയം, കുഞ്ഞുങ്ങളില്ലാത്ത സമയം, ഹല്ലേലൂയ,
നിങ്ങൾ എത്ര പേര് ആൾക്കാരെല്ലാം കൂടി ഇരിക്കുവാന്നെ ഫോണും എടുത്തുകൊണ്ട് പോകുമല്ലോ. ഞാൻ ഇപ്പോൾ വരാം, ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാൻ പോവാണ്. ആമേ, കഥ കടച്ചിരുന്ന് സംസാരിക്കുമല്ലോ, ഇല്ലയോ? സംസാരിക്കുമോ? ആ, എന്നാൽ എല്ലാവരും കൂടെ കൂടെ നിൽക്കുമ്പം ഞാനൊരു 15 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേച്ച് വരട്ടെ എന്ന് പറഞ്ഞ് കയറി കഥവ് കൊടുത്തിടുവോ? സത്യമാണോ? ഹല്ലേലൂയ. ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് പ്രാർത്ഥന പഠിപ്പിക്കാൻ പോവാ. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നീ ഒന്നും തേടി അങ്ങോട്ട് പോകുമല്ല, എല്ലാം നിന്നെ തേടി ഇങ്ങോട്ട് വരും. അതാ പ്രാർത്ഥനയുടെ പവർ. ഇന്ന് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചിലരോടൊക്കെ കർത്താവിന് പറയാനുണ്ട്, നിന്റെ പ്രാർത്ഥന നിന്റെ വീട്ടിൽ നന്മയെ വിളിച്ചു വരുത്തും. നിന്റെ പ്രാർത്ഥന നിന്റെ സന്തതിക്ക് പുതുവഴി തുറക്കും. പക്ഷെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. അടുത്തത് ശ്രദ്ധയോടെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ആ വാക്യം കിട്ടിയത് വായിച്ചു കേൾപ്പിക്കാവോ? ഹല യാക്കോബിന്റെ ലേഖനം, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന റഫറൻസോടെ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, ജെയിംസ് ചാപ്റ്റർ 5:16. കേട്ടോ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇതിനൊരു ആമീൻ പറയണം. പ്രാർത്ഥന ഫലിക്കാൻ പോവാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചിട്ട് പരിഹാരം കിട്ടാത്ത വിഷയത്തിൽ നിന്റെ പ്രാർത്ഥന ഫലിക്കാൻ പോവാ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? 2025 നീ തുള്ളിച്ചാടി പറയണം, എനിക്ക് പ്രാർത്ഥന ഫലിച്ചു. ഓ ജീസസ്, നിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ പ്രാർത്ഥന ഫലിക്കും. നിന്റെ യാത്രയുടെ കാര്യത്തിൽ പ്രാർത്ഥന ഫലിക്കും. നിന്റെ രോഗത്തിന്റെ ചിലരുടെ ഉള്ളിൽ അന്തരാത്മാവിൽ അറിയാം, സംതിങ് ഹാപ്പൻഡ്, എന്തോ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, അടച്ചിട്ട കവാടങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം ഉയരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, ആമീൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ദൈവശബ്ദം ഞാൻ കേട്ടു. ശബ്ദം ഇതായിരുന്നു, ഇന്ന് പ്രാർത്ഥന ഫലിക്കും. ഈ സ്റ്റേജിൽ നിന്ന് വീണ്ടും ഞാൻ കേൾക്കുന്നു, ഇന്ന് പ്രാർത്ഥന ഫലിക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ പേപ്പറിൽ എഴുതി വെച്ചത്, ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന ഫലിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം, പ്രാർത്ഥന ഫലിക്കും. ഹല്ലേലൂയ. ഇപ്പൊ പ്രാർത്ഥനയ്ക്കകത്തെ ഒരു ഭാഗമാണ് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. എന്തുവാ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ? എന്തുവാ? നിലവിട്ട് വിളിക്കുക. നമ്മുടെ ഒരു നിലയുണ്ട്, ആ നിലയ്ക്ക് അപ്പുറത്തോട്ട് പോകത്തില്ല. ചില സമയത്ത് കണ്ടിട്ടില്ലയോ, ചിലതൊക്കെ ഇങ്ങനെ യോഗത്തിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരിക്കലും പൊട്ടത്തില്ല, പക്ഷെ ചിലപ്പോൾ അങ്ങ് പൊട്ടും. അലറി കരഞ്ഞടുത്തിരിക്കുന്ന ആളൊക്കെ നോക്കിപ്പോയി, ഈ പുള്ളിക്ക് എന്നതാ? ഒന്നുമല്ല, അവൻ പൊട്ടുക. അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ ഇടപെടുകയാ. അവനറിയാം ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാ. പ്രാർത്ഥിക്കുന്ന ചിലരോട് ആ ദൂത്, പ്രാർത്ഥന നിനക്ക് ഫലിക്കും. ചില പേപ്പർ വർക്കിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥന ഫലിക്കും. ചില യാത്രയോട് ബന്ധപ്പെട്ട് പ്രാർത്ഥന ഫലിക്കും. ചില തലമുറയോട് പ്രാർത്ഥന ഫലിക്കും. ചിലയിടത്തുനിന്ന് അപ്രൂവൽ ലഭിക്കാൻ പോകുകയാ, ചിലയിടത്തുനിന്ന് മറുപടി ലഭിക്കാൻ പോകുകയാ. പ്രാർത്ഥനയുടെ മറുപടി. ആരോടോ ദൈവം തൂതു പറയുക, പ്രാർത്ഥന ഫലിക്കാൻ പോവുക. ഇന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥന ഫലിക്കാൻ പോവുക. പ്രതീക്ഷിക്കാത്ത ഇടത്ത്, വിചാരിക്കാത്ത ഇടത്ത്, ആർക്കും നടന്നിട്ടില്ലാത്ത ഒരു അത്ഭുതം നിന്റെ കാര്യത്തിൽ യേശു ചെയ്യാൻ പോവുക. ഇന്ന് വിശ്വസിച്ചോണ്ട് പറയണം. ഒരു മാസമോ ഒരു വർഷമായിട്ട് മറുപടി കിട്ടാത്ത വിഷയവുമായിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവി പറയാം, പ്രാർത്ഥന നിനക്ക് ഫലിക്കും. നിനക്ക് ഫലിക്കും, നിനക്ക് ഫലിക്കും, നിനക്ക് ഫലിക്കും. മനസ്സിലായോ? പ്രാർത്ഥന ഫലിക്കും. ഇത് പറയാൻ വന്നതല്ല ഞാനിവിടെ. പക്ഷെ ഈ സ്റ്റേജിൽ കയറിയപ്പോൾ യേശു എന്നോട് പറഞ്ഞു, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. റിസൾട്ട് ഹല്ലേലൂയ.
ഈ ദിവസങ്ങളിൽ മറുപടി നിന്നെ തേടി വരാൻ പോവുക. എത്ര പേരതിന് ആമീൻ പറയും? നീ ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഏലിയാവെ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചോ, മറുപടി കാണത്തക്ക രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. പ്രാർത്ഥിക്കുവാൻ നീ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷെ മറുപടി ലോകം കാണത്തക്കവണ്ണം വെളിപ്പെട്ടു വരും. നിന്റെ വീട് സാക്ഷി പറയാൻ പോവുക, നിന്റെ സന്തതി സാക്ഷി പറയാൻ പോവുക. പ്രാർത്ഥന ഫലിച്ചു. അല്പം കൂടെ ഗഹനമായിട്ട് ഈ ദൂതിലേക്ക് വരാം. അപ്പം ആര് പ്രാർത്ഥിക്കണം? കഷ്ടം അനുഭവിക്കുന്നവൻ. ആർക്കുമില്ലാത്ത കഷ്ടം നിനക്കൊണ്ടേ ഓർത്തോണം, ആർക്കുമില്ലാത്ത വിടുതൽ നിനക്ക് തരും. ആർക്കുമില്ലാത്ത പ്രശ്നം നീ ഫേസ് ചെയ്യുന്നെങ്കിൽ ആർക്കും ലഭിക്കാത്ത വിടുതൽ നിനക്ക് ദൈവം തരും. ഒരാമയും വരുന്നില്ല. 100 രൂപയുടെ ആവശ്യക്കാരന് 100 രൂപയുടെ പ്രാർത്ഥനയും 1 കോടി ആവശ്യക്കാരന് 1 കോടിയുടെ പ്രാർത്ഥനയും ഒരുപോലെ കേൾക്കുന്നവനാ ദൈവം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പനി മാറാനും പ്രാർത്ഥിക്കണം, ക്യാൻസർ മാറാനും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. വീടില്ലാത്തവൻ വീട് കിട്ടാൻ പ്രാർത്ഥിക്കണം, നന്മയില്ലാത്തവൻ നന്മ കിട്ടാൻ പ്രാർത്ഥിക്കണം. എല്ലാം പ്രാർത്ഥനയുടെ മുമ്പിലാണ്. നിന്റെ ഏത് പ്രശ്നവും 15 രൂപയുടെ ഒരു പായെ തീരും. അതാ പ്രാർത്ഥനയുടെ പവർ. ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. കർത്താവ് പറയാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് അതിൻ്റെ ഒരു ഉപമ പറഞ്ഞതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനകത്ത് 3 സന്ദേശങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വചനം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്നാമത്തെ ദൂത്, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം. അപ്പം നമ്മൾ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നവരാകണം? നിലവിളിക്കണം. ബൈബിള് പഠിച്ചാൽ നിലവിട്ട് ആര് ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ ആ നിലവിളിയുടെ മുൻപിൽ ദൈവം നിന്നിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നില്ല. കുരുടനായ ഒരു മനുഷ്യൻ്റെ ചരിത്രം ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ പേര് ബർത്തിമായി എന്നാണ്. ഹല്ലേലൂയ. അവന് കാണാൻ പറ്റത്തില്ല, കേട്ടതേ ഉള്ളൂ. അവൻ യേശുവിനെ നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ. കേട്ടവർ വിലക്കിയിട്ടും വിളി നിർത്തിയില്ല, അധികമായി വിളിച്ചു. അടുത്ത പദം, നിലവിളിയുടെ മുമ്പിൽ നസ്രായൻ നിന്നു. ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ നിന്റെ നിലവിളി എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നമ്മൾ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ആമേ, ദൈവത്തിന് സ്തോത്രം. ആമേ, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് കേട്ടെ. നമ്മൾ ആദ്യം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങും. ഇച്ചിരി കഴിയുമ്പോൾ ആ പ്രാർത്ഥന കരച്ചിലായി മാറും. ആ കരച്ചിലായി മാറിക്കറിയുമ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ദൈവസാന്നിധ്യം ഫീൽ ചെയ്താൽ നമ്മൾ അലറിക്കരഞ്ഞു പ്രാർത്ഥിക്കും. Glory to God. ചുറ്റുപാടുകളെ മറക്കും. അലറി. ചിലത് കണ്ടിട്ട് ഈ ആരാധനയ്ക്ക് നടുവിൽ അലറിക്കരഞ്ഞ് എല്ലാവരും തുറിച്ചു നോക്കി, എന്തുവാ സംഭവിച്ചത്? ഒരിക്കൽ പോലും അങ്ങനെ വിളിക്കാനല്ല വന്നത്, പക്ഷേ അന്തരീക്ഷത്തിൽ അങ്ങനെ ആയിപ്പോയി. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, പ്രാർത്ഥന ഫലിക്കാൻ സമയമായി. ഇവിടെ ഒരു പ്രാർത്ഥനയാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അതിന് ഏറ്റവും നല്ലത് സഭായോഗത്തിൽ നിലവിളിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. പക്ഷേ നിന്റെ നിലവിളി ആരും കാണാൻ പാടില്ല. ഒറ്റയ്ക്ക് കയറി വാതിലടച്ച്. നല്ല കാറൊക്കെ തന്നിട്ടില്ലയോ? എത്രയോ സ്ഥലത്ത് ഫോൺ വരുമ്പം കാർ ഒതുക്കിയിട്ട് ഫോണിൽ സംസാരിക്കാറില്ലേ? മണിക്കൂറുകൾ സംസാരിക്കലില്ല. ഡീസൽ കത്തിപ്പോയി AC-ക്കകത്തിരുന്നുകൊണ്ട് നീ വിളിക്കുക. ഒരിക്കലെങ്കിലും ആ കാറിൻ്റെ ഗ്ലാസ് കളത്തിയിട്ടിട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കി ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയാം, നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്ന റിലീഫ് ഭയങ്കര. നമ്മൾ ശരിക്കും ഫ്രീ ആകും. മുട്ടുകുത്തി നിലവിളിക്കണം ദൈവത്തോട്, നിലവിട്ടു വിളിക്കണം ദൈവത്തോട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം, നിന്റെ ബെഡ്റൂമിനകത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരും. നിന്റെ നിലവിളിയുടെ മറുപടി ദൈവത്തിൽ നിന്ന് വരും. എത്ര പേർ കാമിയും പറയാൻ പറ്റും? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയാ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുകയാണ്, രാത്രിയും പകലും ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുക. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ സൗഖ്യമാക്കാൻ മരുന്നില്ല, എന്നെ കടത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ല. ഒറ്റക്കിരുന്ന് നിലവിളിക്ക്. അറിയാത്ത വഴി, കാണാത്ത വഴി, കേൾക്കാത്ത വഴി നിനക്ക് വേണ്ടി യേശു തുറക്കും.
പക്ഷെ ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കാനുള്ള ധൈര്യം വേണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഒരു ദൂത് പറയാം, എത്ര വലിയ പ്രശ്നം വന്നാലും പ്രാർത്ഥനാ മുറിക്കകത്തെ നിലവിളി മറുപടി കൊണ്ടുതരും. പ്രശ്നങ്ങളല്ല വലുത്, പരിഹാരകനാ വലുത്. ഒന്നുകൂടെ പറയാം, പ്രശ്നങ്ങളല്ല വലുത്, പരിഹാരകനാ വലുത്. ഒന്ന് പറഞ്ഞേ. ഒറ്റയ്ക്കിരുന്നു നീ നിലവിളിച്ചു നോക്കിക്കേ, നീ കാണാത്ത വഴി ദൈവം തുറക്കും. അറിയാത്ത വ്യക്തികൾ നിന്നെ തേടി വരും. ഇല്ലാത്ത കൃപ 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 ലബറ ഹദര മന. നിന്റെ വീടിനകത്തൊന്ന് നിലവിളി ഉയരട്ടെ. നിന്റെ യെസ്. കൊറിയയിൽ പോൾ യോങ്ചോ എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് ഒരു കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് മലമുകളിൽ ഒരു പ്രയർ ടവറുണ്ട്, പ്രാർത്ഥനാ ഗോപുരമുണ്ട്. അവിടെ പോയിട്ട് വന്ന എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അടിവാരത്തിൽ നിൽക്കുമ്പോഴേ മുകളിൽ നിലവിളി കേൾക്കാം. Glory to God. ആ സഭക്കാരൊന്നുമല്ല, പല രാജ്യത്തു നിന്ന് ആൾക്കാർ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ചെല്ലുകയാ. നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാ. നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാ. എല്ലാം നിലവിളിയുടെ നടുവിൽ മറുപടിയുണ്ട്. അടുത്തിരിക്കുന്ന ആളെ ഇന്ന് തൊട്ടേ ചോദിച്ചേ, മറുപടി വേണമെന്ന് ചോദിച്ചേ. വേണമെങ്കിൽ എന്തോ ചെയ്യണം? ഒറ്റയ്ക്ക് മുറി കയറി വാതിലടച്ച് നിലവിളിക്കണം. എനിക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞ്? നിനക്കെൻ്റെ ദൈവമുണ്ട്. നിലവിട്ട് വിളിക്കണം ദൈവത്തോട്. എത്ര വലിയ വെല്ലുവിളികൾ മുമ്പിൽ വന്നാലും നിലവിളിച്ചോണം. ആ നിലവിളിയിൽ നിന്റെ മുറിയെ സ്വർഗമാക്കാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിന്റെ ബെഡ്റൂമിനകത്തു നീ പുറത്തിറങ്ങുന്നത് മറുപടി കണ്ടുകൊണ്ട് വേണം, മറുപടി കേട്ടോണ്ട് വേണം. ഒരു അപ്പച്ചൻ ഇരുന്ന് നിലവിളിക്കുക ഒരു ജന്മം മുഴുവൻ, അയ്യോ യോസഫിൻ്റെ വേർപാട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, ആ അപ്പച്ചൻ ഇരുന്ന മുറിക്കകത്ത് സ്വാമി വെളിയിലിറങ്ങി സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ സഹോദരങ്ങൾ തേരിൻ്റെ മണ്ടയ്ക്ക് കയറി വരിക. ഓരോ പോക്കിൽ ഇവന്മാർ ഓരോ ഗുലുമാല ഉണ്ടാക്കും. ഇപ്പോൾ എന്ത് ഗുലുമാലാന്ന് വിചാരിച്ചപ്പോൾ ദൂരെ നിന്ന് കൈയാട്ടിക്കൊണ്ട് വരിക. എന്താന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞങ്ങൾ കണ്ടു, നിന്റെ കണ്ണുനീരിൻ്റെ മറുപടി ഞങ്ങൾ കണ്ടു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ ഇവിടെ കണ്ണുനീരൊടുക്കുമ്പോഴും നിന്റെ വിഷയത്തിന് വിദൂരതകളിൽ ദൈവത്തിൻ്റെ കൈ ചലിച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തിന് നീ ചിന്തിക്കാത്ത സ്ഥലത്ത് അദൃശ്യനായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ദൈവത്തിന് സ്തോത്രം. പേരൻസിൻ്റെ ഒരു വലിയ കടമ എന്താണെന്നറിയാമോ? മക്കളെ പഠിക്കാൻ ജർമ്മനിലും പാരീസിലും ലണ്ടനിലും വിട്ടേച്ച് നീ വീട്ടിൽ കട്ടിലെ കമന്ന് ഉറങ്ങരുത്. ആരാധനകളിൽ വന്ന് നിലവിളിക്കണം. നീ ഇവിടെ നിലവിളിക്കുമ്പോൾ നിന്റെ സന്തതി പോയടത്ത് നിന്റെ Glory to God. Glory to God. മഹത്വൻ രാജാവേ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ സന്തതി ഏത് രാജ്യത്തായാലും റിമോട്ട് കൺട്രോൾ നിന്റെ കയ്യിലായിരിക്കണം. മിണ്ടുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരിക്കലും ഇത് വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഈ പിള്ളേർക്ക് പാസ്റ്റർ ആണെന്നൊന്നും അറിയത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പിള്ളേരിങ്ങനെ ഓടി വന്ന് നമ്മുടെ ദേഹത്ത് തട്ടി സ്തോത്രം. അവിടുത്തെ അമ്മച്ചി പുറകെ ഓടി വരിക. അമ്മച്ചി ഓടി വരുന്നത് എന്തിനെന്നറിയോ? അമ്മച്ചിക്ക് TV കാണണം, പിള്ളേർ റിമോട്ട് എടുത്തുകൊണ്ട് ഓടുക. ഈ പ്രായമുള്ള അമ്മച്ചി പുറകെ ഓടുക. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, സ്തോത്ര, അമ്മച്ചി റിമോട്ട് കൺട്രോളിന് വേണ്ടിയാണ് ഓടുന്നത്. അമ്മച്ചിക്ക് പ്രസംഗം കേൾക്കണം, പിള്ളേർ എടുത്തോണ്ട് പോയേക്കുക. സ്തോത്രം. അമ്മ ഇങ്ങനെ ഓടിക്കളിക്കുക. അമ്മച്ചി ഓടി പിടിച്ചോ റിമോട്ട് കൺട്രോൾ തരാമെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഇരിക്കുന്നിടം വരെ പെരയ്ക്കകത്തും വെളിയിലും ഓട്ടോ കിട്ടിയിട്ടില്ല. ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. TV ഉണ്ടെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ റിമോട്ട് വേണം. ഇതുപോലെ നിന്റെ കുഞ്ഞിനെ ഏതു രാജ്യത്ത് വിട്ടാലും പ്രാർത്ഥനയുടെ റിമോട്ട് കൺട്രോൾ നിന്റെ കയ്യിലായിരിക്കണം. ഒരു സന്തതിയും തെറ്റത്തില്ല. നിന്റെ നിലവിളിയുടെ ബൈബിൾ ഭാഷ പറയാം, നിലവിളിയുടെ മുമ്പിൽ എൻ്റെ ദൈവം അടങ്ങിയിരിക്കുകയല്ല. ആരോടൊക്കെ ഞാൻ പ്രവചിച്ച് പറയുക, നിന്റെ സന്തതിക്ക് വേണ്ടി നിലവിളിക്ക്.
പ്രായമുള്ള അമ്മമാര് മരിക്കുമ്പോൾ ആത്മീകരുടെ ശവമടക്ക് ശുശ്രൂഷയ്ക്കകത്ത് മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്ന് മൈക്കെടുത്ത് വെച്ച് പറയുന്ന ഒരു പദം പണ്ടുണ്ടായിരുന്നു. പദം കേട്ടോ? ഞങ്ങളുടെ അമ്മ മരിച്ചു, ഞങ്ങളുടെ വല്യമ്മ മരിച്ചു. എന്നിട്ട് അവർ പറയുന്നൊരു പദമുണ്ട്, എനിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന മരിച്ചു. ഇന്നത്തെ 70 വയസ്സുള്ള അമ്മച്ചിയും ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ നേരമില്ല. ഹല്ലേലൂയ. ഫോണും കൈവച്ചുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നേരമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാ. ബൈബിളിലെ വാക്യമാ, കണ്ണുനീറവൻ തുരുത്തിയിലാക്കി വെക്കും. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ദൂത്, നിന്റെ നിലവിളി ദൈവം കേൾക്കുന്നു. നിന്റെ നിലവിളിയുടെ മറുപടി അല്പ ദിവസത്തിനുള്ളിൽ നീ അങ്ങോട്ട് ചെല്ലണ്ട, നിന്നെ തേടി മറുപടി ഇങ്ങോട്ട് വരും. ആരോടോ ഞാൻ പ്രവചിച്ചു പറയാം, നിന്റെ വീട് അന്വേഷിച്ച് നിന്റെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 100 കോടി രൂപ ബാങ്കിലുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം നീ മുറിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവരുമായിട്ടുള്ള ബന്ധം മുറിക്കരുത്. പ്രാർത്ഥിക്കുന്നവരുമായിട്ടുള്ള ബന്ധം മുറിക്കാതിരുന്നാൽ നിനക്കൊരു പ്രശ്നം വന്നാൽ നീ ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പ് കൊണ്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഒരു ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ ബന്ധം മുറിയരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിത രീതികൾ മാറും, സാഹചര്യങ്ങൾ മാറും. ചിലർ പറയുന്നേ, എൻ്റെ ബ്രദറെ, കുറച്ചുകൂടെ അധ്വാനിച്ചാൽ കുറച്ചുകൂടെ നന്മ കിട്ടും. അല്ല, പ്രാർത്ഥിച്ചാൽ കിട്ടും. അധ്വാനത്തിലല്ല നന്മ. ബൈബിൾ പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും, മനുഷ്യൻ്റെ അധ്വാനത്താൽ ഒന്നും കൂടത്തില്ല. ഞാൻ ഇന്ന് ഈ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ആത്മീക വെളിപ്പാടൂടെ നിങ്ങളോട് പറയാം. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ നിലവിളി മുകളിലെത്തണം. ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയാം. നിലവിളിച്ച് പ്രാർത്ഥിയത് ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. നിന്നെ മനുഷ്യൻ എന്തു വിധിയും ഇട്ടോട്ട്, ആ വിധിക്കുന്നവൻ്റെ മുമ്പിൽ നിന്റെ കണ്ണുനീരിൻ്റെ ഉത്തരം. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വചന വെളിപ്പാടിലോട്ട് വരട്ടെ. ഈ സങ്കീർത്തന പുസ്തകത്തിൽ 18ാമത്തെ സങ്കീർത്തനം ഈടുറ്റി ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. വാക്യം 18ാം സങ്കീർത്തനം 6ാം വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. കഷ്ടത വരുമ്പോൾ എന്തോ ചെയ്യണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തെ ആരുടെ മുമ്പിൽ വെച്ച് വിളിക്കാൻ ഒരു നാണംകേടും വിചാരിക്കണം. ഒരാമയും വരുന്നില്ല. ആരുടെ മുമ്പിൽ വെച്ചും പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തെ വിളിക്കുന്ന കാര്യത്തിൽ ലജ്ജിക്കണ്ട. കാരണം ദൈവം നിന്നെ മാനിക്കും. അതുകൊണ്ട് നടുറോടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കും, എവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഈ ദിവസങ്ങളിൽ നിന്റെ നിലവിളിക്ക് മറുപടിയുണ്ട്. വായിച്ച 18ാം സങ്കീർത്തനം 6ാം വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് തൊട്ടേച്ച് പറ, ദൈവത്തോട് നിലവിളിച്ചോളാൻ പറ. ഈ ദിവസങ്ങളിൽ നിന്റെ പകുതി ഉറക്കത്തിലുള്ള പ്രാർത്ഥന നിർത്തി പ്രാർത്ഥന നിലവിളിയായി മാറണം. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. നിന്റെ ശബ്ദം കാഹളം പോലെ ഉയർത്തുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, നിലവിളി കുറയരുത്. നിന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ സമയമായി. ഇച്ചിരി കൂടെ ഗഹനമായിട്ട് ഈ ദൂതിനെ നമുക്ക് കൊണ്ടുവരാം. വായിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്റെ അപേക്ഷ കേട്ടു. ധൈര്യമാ. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ ദൈവം പ്രാർത്ഥന കേട്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മടുക്കരുത്. ധൈര്യത്തോടെ പറഞ്ഞ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിച്ചു പറയാ, അല്പ ദിവസത്തിനകത്ത് നീ അറിയാൻ പോവുക നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന്. ഹല്ലേലൂയ. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ
വിളിച്ചപേക്ഷിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. ഈ വാക്യം ഒരു പ്രാവശ്യം പറഞ്ഞു വെച്ച് പോയാൽ മതി. ഞാൻ പിന്നെ വായിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് എന്തിനാ? ഇത് നിന്റെ അകത്ത് കയറണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വചനം പറഞ്ഞാൽ അത് നിങ്ങളുടെ അകത്ത് കയറണം. ബൈബിളിൽ 1000 വാക്യമുണ്ട്. ഇന്നും നിന്നോട് സംസാരിക്കുന്ന വചനം നിലവിളിക്ക് മറുപടി ഉണ്ടെന്നാ. ചില വീടിനകത്ത് കേട്ടോ, നിന്റെ മറുപടി നിന്റെ വീടിന്റെ വാതിലെ വന്ന് മുട്ടും. ഞാൻ പ്രവചിച്ചു പറയുക, നിന്റെ സന്തതികൾ നോക്കി നിൽക്കേ, നിന്റെ കുടുംബത്തിലുള്ളവർ നോക്കി നിൽക്കേ. ആത്മാവിൽ പോരാടാൻ നിയോഗമുള്ളവര്, നിലവിളിക്കാൻ ആഗ്രഹമുള്ളവര്, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ ഈ സമയം അടങ്ങിയിരിക്കരുത്. ഇതൊരു നിലവിളിയുടെ പ്രാർത്ഥനയാണ്. വായിച്ച എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അപ്പൊ കഷ്ടം വരുമ്പോൾ ആരെ വിളിച്ചപേക്ഷിക്കണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ആരെങ്കിലും വലിയ കഷ്ടത്തിലൂടെ പോകുന്നവരുണ്ട്, മുറി കയറി വാതിലടച്ച് ദൈവത്തോട് നിലവിളിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത ധാരാളം കഷ്ടമുണ്ട്. ആ കഷ്ടത്തിനകത്തെല്ലാം ഞാൻ മുട്ടുകുത്തി നിലവിളിച്ചു. അതിനെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നിലവിളിച്ച് പരിഹാരം കണ്ടവരെന്ന് കൈ ഉയർത്തി പിടിച്ച്. ഇല്ലാത്തവരോട് പറയാം, നിന്റെ ഏതു സാഹചര്യത്തെയും നിലവിട്ട് വിളിക്കണം ദൈവത്തെ. ഏത് തിരിയാത്ത ചരിത്രവും തിരിയും. നിനക്ക് രാജാക്കന്മാരുടെ ഉള്ളം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കായിരിക്കും. നിനക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നിയമങ്ങൾ തിരുത്തും. കണ്ടോ യേശുവിൻ്റെ നാമത്തിൽ വലിയ പ്രാർത്ഥന അന്തരീക്ഷം. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവർ, നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. ഒത്തിരി പേര് വേണ്ട, നീ മാത്രം. കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആളില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. ഒറ്റയാൾ മതി. ജോലി തപ്പി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. ജോലി നിന്നെ തേടി വരും. സമ്പത്ത് നിന്നെ തേടി വരും. മറുപടി നിന്നെ തേടി വരും. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ നിലവിളിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തോട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചില നിന്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം നിൽക്കാൻ പോവുക. ആരോടും ഇടപെടത്തില്ല, പക്ഷെ നിന്നോട് ഇടപെടും. ആർക്കും സൗഖ്യം കിട്ടത്തില്ല, പക്ഷെ നിലവിളിക്കുന്ന നിനക്ക് സൗഖ്യം കിട്ടും. ആരുടെ മുമ്പിൽ ആര് നിന്നിച്ചോ അവന്റെ മുമ്പിൽ സൗഖ്യം പ്രാപിച്ചോണ്ട്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ചിലരോടുള്ള ദൂതാണ്. സങ്കീർത്തനക്കാരൻ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട ആ വചനം. ഹല്ലേലൂയ. കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എനിക്ക് കഷ്ടത വന്നപ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. ഞാൻ നിലവിട്ട് വിളിച്ചു ദൈവത്തെ. അവൻ തന്റെ മന്ദിരത്തിന്റെ അപേക്ഷ കേട്ടു. എന്റെ അപേക്ഷ ദൈവം കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടി വിറച്ചു. മതി. 16-ാം വാക്യം. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു. എന്റെ പ്രാർത്ഥന എത്തിയപ്പോൾ ഉയരത്തിൽ നിന്നൊരു കൈ എനിക്ക് നേരെ നീണ്ടുവന്നു. എന്നോട് ദൈവം പറയോ, ചില പോരാട്ടങ്ങൾക്ക് ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുക. ചില ശാപങ്ങൾ ഇന്ന് അഴിയാൻ പോവുക. നിന്നെ സഹായിക്കുന്ന കരം ഉയരത്തിൽ നിന്ന് വരാൻ പോവുക. ബൈബിളിൽ വചനമുണ്ട്, വിടുവിക്കുന്നവന്റെ കരം. ഓ റബന ഹദിരി ബികുഡബല ദുരബല രംദന ഓ റംബ ഹസന. സങ്കീർത്തനക്കാരൻ പാടുക, ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തിയിടും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പറയാമോ? ഉയർത്തിടും ഞാനൻ കണ്ണുകളെ. യെസ്, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ, തുണയാരുളും വൻകീരി. ആ വായൊന്ന് തുറന്നു പാടാമോ? യെസ്, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ, തുണയാരുളും വൻകീരി. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവ
എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ ഏലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയ പാലകൻ താനില്ലെനിക്കു ഖേദം. ഒരിക്കൽ കൂടെ യഹോവയൻ പാലകൻ താനില്ലെനിക്കു ഖേദമോട്ടും. ഒന്നിച്ചുയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. യേശുവേ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ. അസാധാരണ ദൈവസാന്നിധ്യം. വാനം ഭൂമി അഖിലം വാഴും. ഇന്ന് നിന്റെ നിലവിളിയുടെ ഉത്തരം വരും. ഇന്ന് പ്രാർത്ഥന ഫലിക്കും. വാനം ഓ യെസ്, ശത്രു പൂട്ടിയിട്ടതല്ല, ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നു. എൻ സഹായം വാനം ഭൂമി വാഴും എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ഈ പാട്ട് പാടിയാ കൊള്ളാമെന്ന് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പറയുന്നു. ആമി സ്തോത്രം. നിനക്ക് വേണ്ടി ഉയരത്തിന്നൊരു കരം വെളിപ്പെടും. നിന്റെ നിലവിളി മുകളിൽ എത്തി എന്ന് നിനക്ക് ഉറപ്പ് വരത്തക്കവണ്ണം ഒരു കരം മോളിന്ന് വരിക. കാരണം നിന്നെ തകർക്കാൻ എഴുന്നേറ്റത് ബലമുള്ള ശത്രുവാ. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് Oh, love you, Father. Love you, Jesus. Love you, Father. Love you, Jesus. ഒരു 10-15 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ബാക്കി ഞായറാഴ്ച പ്രസംഗിക്കുക. നിങ്ങൾ എന്നെ നോക്കിയിരിക്കണം. ദൂത് പറയട്ടെ. എന്നോട് കർത്താവ് പറയുക, നിലവിളി നിർത്തരുത്. 18 സങ്കീർത്തനം എടുത്തേ 16 വാക്യം. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. നിന്നെ വലിച്ചോണ്ട് പോയ വെള്ളത്തിനകത്തു നിന്ന് ആ കൈ നിന്നെ പൊക്കിയെടുത്തു. വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം. ഈ ദിവസങ്ങളിൽ അവൻ നിന്നെ ഒഴുക്കിൽ പെട്ട് കിടക്കുന്ന നിന്നോട് ആ ദൂത്, നിന്നെ അവിടുന്ന് ആ കൈ ഉയർത്തിപ്പിടിക്കാൻ പോകുകയാണ്. Glory to God. എന്നിട്ട് അവിടെ വായിക്കുക, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും. നിന്നെ ഇന്നലകളിൽ പിടിച്ചൊതുക്കിയത് ബലമുള്ള ശത്രുവാ. ആരൊക്കെ വിചാരിച്ചിട്ടും അവന്റെ പിടി നിനക്ക് മോചനം കിട്ടിയില്ല. പക്ഷെ ഇന്ന് വരാൻ പോകുന്ന സഹായം മോളിന്ന എഴുതിയിട്ടോ. നിന്റെ കുടുംബത്തെ തീർത്ത് കളയാൻ, നിന്റെ ബിസിനസ്സിനെ തീർത്ത് കളയാൻ, നിന്റെ ഉയർച്ചയെ തീർത്ത് കളയാൻ ബലമുള്ള ശത്രു പ്രവർത്തിച്ചെങ്കിലും അവൻ അറിഞ്ഞില്ല അതിലും ബലമേറിയവൻ ജീസസ്. നിന്നെ തകർക്കുവാൻ എഴുന്നേറ്റവനിലും ബലമേറിയവൻ. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ബലമേറിയവരായിരുന്നു, പക്ഷെ തോറ്റുപോയി. കാരണം എന്നാ? എൻ്റെ സഹായം മേളിന്നാ വന്ന്. വിടുവിക്കുന്നവന്റെ കരം സിയോനിന്ന് വെളിപ്പെട്ടു വരും.
ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയാ, കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും വടക്കൊന്നും തെക്കൊന്നുമല്ല, നിന്റെ സഹായം മുകളിൽ നിന്നാ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ നോട്ടം മേപ്പോട്ടാ, കാരണം മേളിൽ നിന്ന് സഹായം വരുന്നത്. ഇനി നിലവിളിച്ചൊരു ഭക്തന്റെ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് നമ്മൾ നിർത്താൻ പോവുകയാണ്. സ്തോത്രം. എന്നിട്ട് അതിനകത്തുനിന്ന് നിങ്ങളോട് ചില ദൂതുകൾ പറയാനുണ്ട്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, എന്ത് കുറച്ചാലും നിലവിളി കുറയ്ക്കില്ലെന്ന് പറ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ഈ വിഷമമൊക്കെ വരുമ്പോൾ ആമി ഓടി മുറിക്കകത്തോട്ട് കയറി വാതിൽ അടച്ച് നിലവിളിക്കണം. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. ആ നിലവിളിയുടെ റിസൾട്ട് ഉടനെ ഉണ്ട്. ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കാം, 15-ാം അധ്യായം എടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 18-19 വചനം ഒരു മനുഷ്യന്റെ നിലവിളിയാണ്. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. ആരാണ് ഈ നിലവിളിച്ച മനുഷ്യൻ? ഈ നിലവിളി എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു ഉറവ തുറന്ന് കിട്ടാനുള്ള നിലവിളിയാണ്. വചനത്തിന്റെ റൂട്ടൊക്കെ ഒന്ന് മാറാൻ പോവാം. ഈ വചനത്തിന് ഞാനൊരു തലക്കെട്ടിടുക, നിലവിളിയുടെ മുമ്പിൽ തുറന്നു വരുന്ന ഉറവകൾ. ആരോടോ ദൈവാത്മാവ് ദൂത് പറയാ, ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നീ ദൈവം തുറക്കുന്ന ഉറവയെ അനുഭവിക്കാൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് ഒരു ഉറവ തുറക്കണമെന്ന്? അപ്രതീക്ഷിതമായ ചില ഉറവകൾ നിലവിളിയുടെ മുമ്പിൽ നീ ദേശം വിട്ടു പോകേണ്ട ഒരു ഉറവ തുറക്കാൻ പോവുക. നിന്റെ കണ്ണുനീരിന്റെ പരിഹാരം ഒരു ഉറവയ. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് ആത്മക്കണ്ണുകളോട് ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് മെസ്സേജ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചില ഉറവകൾ തുറക്കുന്നൊരു പ്രാർത്ഥനയാകട്ടെ. അതിന് മുകളിലുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പം അത് ഇച്ചിരി ദീർഘമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എന്നാലും ഞാൻ അവിടെ ഒത്തിരി പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അവിടെ ശിംശോൻ ഒരു വലിയ ജയം ഉണ്ടായി. ആരെ ജയിച്ചു? ആരെ ജയിച്ചു? ഫെലിസ്ത്യരെ ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ താൻ അങ്ങ് ക്ഷീണിതനാണ്. ഒരടി മുന്നോട്ട് വെക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ സഹായിക്കാൻ ആരുമില്ല. ഇവൻ വീഴുന്നത് കാണാൻ ശത്രു നിൽക്കുക. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അവിടെ ഒരു നിലവിളിയാ, ആമി ഈ അഗ്രചർമ്മികളുടെ കയ്യിൽ വീണ് ഞാൻ ഇല്ലാതാകാതിരിക്കേണ്ടതിന് ഒരുറവ തുറക്കണേ. ഞാനൊരു ദൂത് പറയാം, ചിലരൊക്കെ നോക്കി നിൽക്കുമ്പോൾ നിനക്ക് ഉറവ തുറക്കാൻ പോകുന്നു. നിന്നെ വെല്ലുവിളിച്ച ശത്രു നിന്നെ തകർത്ത് ഇതിനകത്ത് വിടുതലിന്റെ ധ്വനി മുഴങ്ങട്ടെ. ഇതിനകത്ത് വിടുതലിന്റെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശു എനിക്ക് ആത്മാവിനോട് പ്രവചിച്ചു പറയുക, ഈ മാസം തീരുന്നതിന് മുമ്പ് നിനക്കൊരു ഉറവ തുറക്കാൻ പോവുകയാണ്. അത് നിന്നെ ചൈതന്യപ്പെടുത്തുന്ന ഉറവയായിരിക്കും. ആരോടൊക്കെ പ്രവചിച്ചു പറയുന്നു, ലാമാന റമന, പാറയ്ക്കകത്തുനിന്ന് വെള്ളം പുറത്തു വരാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചിലത് ഓപ്പൺ ആകട്ടെ. വിചാരിക്കാത്ത സ്ഥലത്ത് ഒരു ഉറവ. Glory to God. നമ്മൾ ആ ഭാഗം ഇച്ചിരി മനസ്സിരുത്തി ഒന്ന് ധ്യാനിക്കാൻ പോകും. അടുത്തിരിക്കുന്ന ആളുകൾ തൊട്ടച്ച് പറ, നിലവിളിച്ചാൽ ഒരു ഉറവ തുറക്കുമെന്ന് പറ. ഞാൻ ഇനി പ്രവചിച്ചു പറയുക, നീ ഒരിക്കലും സ്വപ്നം കാണുക പോലും ചെയ്യാത്ത ഉറവയാ തുറക്കാൻ പോകുന്നത്. ഈ ഉറവ തുറന്നിട്ട പിന്നെ അടയുകയില്ല. നിന്റെ സന്തതിയുടെ കാലത്തും ആ നന്മ നീ അനുഭവിച്ചു.
യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് അത് ദൂത് സ്വീകരിക്കാൻ പറ്റും? നിന്റെ കുടുംബത്തിൻ്റെ വരൾച്ച മാറാൻ പോകുന്നു, നിന്റെ കുടുംബത്തിൻ്റെ ശൂന്യത മാറാൻ പോകുന്നു. നിനക്കെതിരെ വാളെടുത്തോണ്ട് ശത്രു നീ വീഴുന്നത് കാണാൻ നോക്കി നിൽക്കുക. പക്ഷെ ആത്മാവ് പ്രവചിക്കുക, നീ വീഴത്തില്ല. നിനക്ക് സഹായത്തിന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നിനക്ക് സഹായത്തിന് എനിക്കറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ചിലരെയൊക്കെ പരിശുദ്ധാത്മാവ് തൊടുക. എഴുതിയിട്ടോ 2025 തന്നെ നിനക്ക് അനുഭവിക്കാൻ ദൈവം അനുവദിച്ച ഉറവ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇനി നീ കുരുങ്ങാൻ പോകുവല്ല, ഇനി നീ ബന്ധിക്കപ്പെടാൻ പോകുവല്ല, ഇനി നീ തകരാൻ പോകുവല്ല. നിനക്ക് ഉറവ. Name of Jesus, name of Jesus, name of Jesus, name of Jesus, name of Jesus. സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോ, ആരാധിക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ അസാധാരണ ദൈവ സാന്നിധ്യം ഞാൻ കാണുകയാ. ഈ ജനത്തിനിടയിൽ അസാധാരണ ദൈവ സാന്നിധ്യം കാണുക. പിശാച് ലജ്ജിക്കാൻ പോകുന്നു. നിനക്കെതിരെ ആയുധം എടുത്തവൻ ലജ്ജിക്കാൻ പോകുന്നു. നിന്റെ നിലവിളിയുടെ മുൻപിൽ, നിന്നെ നിന്ദിച്ചവന്റെ മുമ്പിൽ നിനക്കൊരു ഉറവ തുറന്ന് നിന്നെ ചൈതന്യപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയെന്ന് ചിലര് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ദൈവം തുറന്ന ഉറവയിൽ നിന്ന് നീ ചിലത് അനുഭവിച്ച് ഇന്ന് പ്രാർത്ഥന ഫലിക്കും. ഞാൻ വീണ്ടും എന്നോട് ദൈവം പറയാ, പ്രാർത്ഥന ഫലിക്കാൻ പോവാ. നിന്റെ വീടിന് മേൽ കിടക്കുന്ന ചില മുദ്ര ഇന്ന് പൊട്ടും. നിന്റെ സന്തതിയോട് കിടക്കുന്ന ശാപം ഇന്ന് പൊട്ടും. പ്രാർത്ഥനയുടെ ഉത്തരം. കൃപ 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 ലാംഥാന സദാന. വ്യക്തികളെ തൊടുക ദൈവം. ആരെയും ശ്രദ്ധിക്കരുത്. ഇന്ന് ചിലരുടെ നിലവിളി ഉയരും ഇവിടുന്ന്. മുമ്പ് പുറകു ഇരിക്കുന്നവരെ നോക്കരുത്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇത് നീയും ദൈവവും തമ്മിലുള്ള കണക്ഷനാ. ആ നിലവിളി ഒരു വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. നിലവിളി കേട്ട് ദൈവം ഒരു കുഴി പിളരുമാറാം. അടച്ചു നിർത്താനും ദൈവത്തിനറിയാം, പിളർത്തി തുറക്കാനും ദൈവത്തിനറിയാം. ഒരു വെളിപ്പാട് പറയാം. ചിലതിനൊക്കെ ഈ ദിവസങ്ങളിൽ വിള്ളൽ വീഴും. അകത്തുനിന്ന് എന്തോ പുറത്തു വരാൻ കൊതിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ അകത്തൊരു പ്രവാചകൻ പുറത്തു വരാൻ കൊതിക്കുന്നു. നിന്റെ അകത്തൊരു ദർശനക്കാരൻ പുറത്തു വരാൻ കൊതിക്കുന്നു. നിന്റെ അകത്തൊരു അഭിഷക്തൻ. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വെളിയിൽ വരാൻ പോകുകയാ. വെളിയിൽ വരാൻ പോകുകയാ. യെസ്. ചില ചെടികളിൽ പൂക്കള് മൊട്ട ആദ്യം വരും. മൊട്ട് വരുമ്പോൾ ആൾക്കാർ പറയാം, അങ്ങനെയാണ് അത് മൊട്ട് തന്നെ നിൽക്കും. അല്ല, ഇച്ചിരി ദിവസം കഴിയുമ്പം ആ മൊട്ടിൻ്റെ മുകളിലുള്ള എതളുകൾ 4 സൈഡിലേക്ക് വഴിമാറിക്കൊടുക്കും. കാരണം അതിനകത്തുനിന്ന് എന്തോ വെളിയിൽ വരാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ കാണുക, നീ ഈ ദിവസങ്ങളിൽ നീ ഒന്ന് തളിർക്കാൻ പോവാ.
ഈ ദിവസങ്ങളിൽ നീ ചൈതന്യപ്പെടാൻ പോവാ. എഴുതിയിട്ടോ, നിന്നെ തീർക്കാൻ ഫെലിസ്ത്യർ ആയുധം കൊണ്ട് നിൽക്കുക. നിനക്ക് വേണ്ടി ചിലത് തമ്പുരാൻ പിളർത്തിത്തരും. നിന്നെ ഇങ്ങനെ വിടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഒന്ന് ചൈതന്യപ്പെടുത്തണം. നീ തീർന്നെന്ന് കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ കൂടെ നടക്കുക. അത് ചിലരൊക്കെ അത് കേട്ടപ്പോൾ കൈ അടിച്ചടാ, തീർന്നടാ, പൂട്ടിയടാ, അവസാനിച്ചടാ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു വാർത്ത, അവന് വേണ്ടി ഒരു ഉറവ പിളർന്നു. എത്ര പേര് ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ആരും നിന്നെ തകർക്കുമെന്ന് പറഞ്ഞോ, അവൻ്റെ മുമ്പിൽ ഒരു വഴി പിളർത്തി തരാൻ ജീസസ്. നീ എവിടെ തോറ്റെന്ന് പറഞ്ഞോ, അവിടെ നിന്നെ ചൈതന്യപ്പെടുത്താൻ, അവിടെ നിന്നെ ശക്തിപ്പെടുത്താൻ, അവിടെ നിനക്ക് കരുത്ത് പകരാൻ, അവിടെ നിനക്ക് ശക്തി പകരാൻ, അവിടെ നിനക്ക് അഭിഷേകം പകരാൻ, അവിടെ നിനക്ക് ബലം പകരാൻ.